ഹലോ നമസ്കാരം. PSC ഫോർസൈറ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് കുറച്ച് കറൻറ്റ് അഫയേഴ്സ് പഠിച്ചാലോ? ഏതൊരു പരീക്ഷയിലും ചോദിക്കാൻ വളരെ സാധ്യതയേറിയ ഒരു മേഖലയാണ് അവാർഡ്. നമുക്ക് മലയാള സാഹിത്യ അവാർഡുകളിൽ എഴുത്തച്ഛൻ പുരസ്കാരത്തെക്കുറിച്ച് നോക്കാം. മലയാള ഭാഷാ സാഹിത്യത്തിലെ സമഗ്ര സംഭാവനകൾക്ക് കേരള സർക്കാർ നൽകി വരുന്ന പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. ഈ പുരസ്കാരം കൊടുത്തു തുടങ്ങിയത് 1993 ഈ പുരസ്കാരം നൽകി തുടങ്ങിയ വർഷം 1993. എഴുത്തച്ഛൻ പുരസ്കാരം കൊടുത്തു തുടങ്ങിയ അവസരത്തിൽ സമ്മാനത്തുക 1 ലക്ഷം രൂപയാണ്. നിലവിൽ ഇതിൻ്റെ സമ്മാനത്തുക 5 ലക്ഷം രൂപയാണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ഡോക്ടർ SK വസന്തൻ ആണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ഡോക്ടർ SK വസന്തൻ. എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്നത് ഒരു പ്രത്യേക കൃതിക്കല്ല, ഒരാൾ മലയാള സാഹിത്യത്തിന് നൽകിയ സംഭാവനകൾക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്നത്. ഡോക്ടർ SK വസന്തൻ്റെ നമ്മൾ നടന്ന വഴികൾ, കൂടിയല്ല ജനിക്കുന്ന നേരത്തും, കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു എന്നീ കൃതികളാണ് അവാർഡിനായി പരിഗണിച്ചിട്ടുള്ളത്. എഴുത്തച്ഛൻ പുരസ്കാരം 2023 ലഭിച്ചത് ഡോക്ടർ SK വസന്തൻ. ഇദ്ദേഹത്തിൻ്റെ നമ്മൾ നടന്ന വഴികൾ, കൂടിയല്ല ജനിക്കുന്ന നേരത്തും, കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു എന്നീ കൃതികളാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിനായി പരിഗണിച്ചിട്ടുള്ളത്. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് A. സേതുമാധവനാണ്. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് A. സേതുമാധവൻ. 2021 ഇത് ലഭിച്ചത് P. വത്സലയ്ക്കാണ്. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് P. വത്സലയ്ക്ക്. അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം 2023 SK വസന്തനും, 2022 A. സേതുമാധവനും, 2021 P. വത്സലയ്ക്കും ലഭിച്ചു. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ വ്യക്തിയാണ് ശൂരനാട് കുഞ്ഞൻപിള്ള. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ വ്യക്തിയാണ് ശൂരനാട് കുഞ്ഞൻപിള്ള. ഇത് രണ്ടാമതായി ലഭിച്ചത് തകഴി ശിവശങ്കരപ്പിള്ളയ്ക്ക്. രണ്ടാമതായി എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് തകഴി ശിവശങ്കരപ്പിള്ളയ്ക്കാണ്. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ വനിതയാണ് ബാലാമണിയമ്മ. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ വനിത ബാലാമണിയമ്മ. നമ്മളപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരത്തിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വയലാർ അവാർഡിനെ കുറിച്ച് പഠിക്കാം. രണ്ടും ഒരു ക്ലാസ്സിൽ പഠിക്കേണ്ട, തമ്മിൽ കൺഫ്യൂഷനാകും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.